എല്ലാവർക്കും ഹരേ കൃഷ്ണ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി എനർജി നിങ്ങളുടെ ജീവിതത്തെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയണമെന്ന് വിനയപരിസരം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഇതൊരു നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമല്ല, ഇൻ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് ഈ റീഡിംഗ് ബാധകമാണ്. കാര്യം രണ്ടുപേർക്കും ചേർത്താണ് ഞാൻ റീഡിംഗ് എടുക്കുന്നത്. കാര്യം നിങ്ങളിപ്പോൾ ഒന്നിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് അകന്നു കഴിയുന്ന വ്യക്തികളുണ്ടാവാം, പൂർണ്ണമായിട്ടും സെപ്പറേറ്റഡ് ആയ വ്യക്തികളുണ്ടാവാം. അതുപോലെ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സംശയമാണ്, അതൊരു റിലേഷൻ മാത്രമാണ് എന്നാണ്. പക്ഷേ അത് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് റിലേഷൻഷിപ്പും ആകാം, കൂടുതലും റിലേഷൻഷിപ്പ് തന്നെയാണ് തേർഡ് പാർട്ടി. പക്ഷേ അതിൽ കുറച്ച് പെർസെൻറ്റേജ് ഫാമിലി വരാം തേർഡ് പാർട്ടി ആയിട്ട്, അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ അമിത ഇടപെടലും വരാം. അപ്പോൾ ആ കാര്യം എപ്പോഴും മനസ്സിൽ നിർത്തിയിട്ട് വേണം റീഡിങ് കാണാനായിട്ട്. ചില വ്യക്തികൾ വിചാരിക്കുന്നത് ഒരു തെറ്റായൊരു ബന്ധമാണ് തേർഡ് പാർട്ടി എന്നാണ്. ശരിയാണ്, ഒരു 75% ഒരു മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള ഒരു തെറ്റായ അടുപ്പമാണ് ബന്ധം തകരാനായിട്ട് തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. പക്ഷേ വളരെ കുറച്ച് പേരുടെ കാര്യത്തിൽ ഒരു ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇൻവോൾവ്മെൻറ്റും തേർഡ് പാർട്ടി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് അപ്പോഴേക്കും നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. ഏത് ജെൻഡറിൽപ്പെട്ട വ്യക്തികൾക്ക് ഏത് സമയത്തും കാണാൻ പറ്റുന്നൊരു വീഡിയോ ആണിത്. അതുകൊണ്ട് ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. അതുപോലെ നിങ്ങൾ റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ അപ്പോഴേ തന്നെ നിങ്ങളുടെ എൻ്റെ കമൻറ്റ് ബോക്സിൽ റെസണേറ്റഡ് എന്ന് പറഞ്ഞിടുക. അപ്പോഴാണ് നിങ്ങൾക്കിത് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന എനർജി. താങ്ക്സ് യൂണിവേഴ്സ് എന്നും കൂടെ പറയുക. അങ്ങനെ വരുമ്പോഴാണ് നമുക്കത് റെസണേറ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി നമുക്ക് ലഭിക്കുന്നത് ആ ഒരു റീഡിങ്ങിൻ്റെ. അങ്ങനെ ഒരു ഇതും കൂടെ പറയുകയാണ്. അതുപോലെ ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, ഇത് നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന വ്യക്തികൾക്കും നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്കും ഈ ഒരു റീഡിങ് കാണാവുന്നതാണ്. രണ്ടുപേർക്കും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഞാനിത് റീഡിങ് ഇന്ന് അവതരിപ്പിക്കുന്നത് കേട്ടോ, തീർച്ചയായിട്ടും. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരുന്ന് റീഡിങ് കാണുക. എല്ലാവരും ദൈവം രക്ഷിക്കട്ടെ. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. തീർച്ചയായിട്ടും സ്പ്രെഡുകൾ വന്നിട്ടുണ്ട്. സ്പ്രെഡുകൾ എടുക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ ചെറിയ രീതിയിലല്ല നല്ല രീതിയിൽ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു തേർഡ് പാർട്ടി കാരണം. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ കല്ലുകടി ഉണ്ടാക്കാൻ ചില വ്യക്തികൾ മനഃപൂർവ്വം ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് എനിക്കിവിടെ മനസ്സിലാവുന്ന ഒരു കാര്യം, പല എനർജീസ് വരുന്നുണ്ട്. ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ ബന്ധത്തിനിടയിൽ, അതായത് നിങ്ങളുടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, നിങ്ങളുടെ പ്രണയബന്ധമായാലും നിങ്ങൾക്കിടയിൽ ഒരു സുഹൃത്തിൻ്റെ അമിത ഇടപെടൽ കാണുന്നുണ്ട്. ആ ഒരു സുഹൃത്തിൻ്റെ അമിത ഇടപെടൽ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. അതായത് ഇല്ലാത്ത കാര്യങ്ങൾ പറയുക, പല കാര്യങ്ങളും തെറ്റിദ്ധരിപ്പിക്കുക, നിങ്ങളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്കും നിങ്ങൾക്കും ഇടയിൽ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു സുഹൃത്ത് വളരെ രീതിയിൽ നിങ്ങളുടെ ജീവിതവുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു സുഹൃത്തിൻ്റെ ഇടപെടൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ വന്നപ്പോൾ സംഭവിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സുതാര്യമായിട്ടുള്ളൊരു ബന്ധമായിരുന്നു, ഒരു ട്രാൻസ്പെറൻസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു. ഒന്നും ഒളിച്ചു വെക്കാത്തൊരു പ്രകൃതക്കാരനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫ്രണ്ട്സിനെ പോലെ ഇതായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു സുഹൃത്തിൻ്റെ ഒരു ഇടപെടൽ മൂലം നിങ്ങളുടെ ഒരു ജീവിതത്തിൽ ഒരു താളപ്പിഴ സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട്. അത് കാർഡിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു വഞ്ചന നിങ്ങൾ നേരിടുന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പങ്കാളി നിങ്ങളോട് പല കാര്യങ്ങളും ഈ ഒരു സുഹൃത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് പറയാത്തൊരു സിറ്റുവേഷനൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് പല കാര്യം നിങ്ങളോട് ഹൈഡ് ചെയ്യുന്നത്, നിങ്ങളെ ഒന്ന് ചീറ്റ് ചെയ്യുന്നവർ, ഒരു ഡിസപ്ഷനൊക്കെ ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ പങ്കാളി നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ ഈ ഒരു വ്യക്തികളുടെ ഒരു ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
അപ്പം ചില വ്യക്തികൾക്ക് ചില സുഹൃത്തുക്കളുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരു എനർജിയാണ് കേട്ടോ എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും സുഹൃത്തുക്കളുടെ ഇടപെടൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൽ. അങ്ങനെ ഒരു എനർജീസാണ് വരുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് എനർജീസ് തീർച്ചയായിട്ടും ഇവിടെ കാണാം. അതുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ ഹസ്ബൻഡിനും അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനും നിങ്ങളുടെ പാർട്ട്ണർക്കും നിങ്ങളുടെ ലവർക്കും ഇടയിൽ ഒരു സെപ്പറേഷൻ വന്നതായിട്ട് കാണുന്നുണ്ട്. ഇവരുടെ ഒരു അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്നേഹിക്കണം, വിശ്വസിക്കണം. പക്ഷേ എല്ലാ കാര്യവും അങ്ങനെയല്ല. അവർ പറയുന്നത് കേട്ട് മാത്രം നമ്മളൊരു തീരുമാനം എടുക്കാതിരിക്കുക. സത്യം എന്തെന്ന് കണ്ട് തീർച്ചയായിട്ടും മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. സത്യം തിരിച്ചറിഞ്ഞ് അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണ് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് തെറ്റായ രീതിയിലുള്ളൊരു അടുപ്പമുള്ളതായിട്ടും ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് നേരം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിലൂടെ ഒരു ബന്ധം അവർക്ക് ലഭിച്ചതായിട്ട് കാണുന്നുണ്ട്, പുതിയൊരു ബന്ധം. അപ്പം നിങ്ങളുടെ ബന്ധം വളരെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോരുന്ന ആ ഒരു ബന്ധമായിരിക്കാം. പക്ഷെ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ഇപ്പം കുറച്ച് അകൽച്ച കാണിക്കുന്നത് അവരൊരു പുതിയൊരു ബന്ധം സോഷ്യൽ മീഡിയ വഴി അവർക്ക് ലഭിച്ചതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരു എനർജിയും വരുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ഒരു സോഷ്യൽ മീഡിയയൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് അതിലൂടെ ഒരു സുഹൃത്തിനെ കിട്ടിയതായിട്ട് കാണുന്നുണ്ട്. ഒരു സുഹൃത്ത് ബന്ധമായിട്ട് തുടങ്ങിയ ആ ഒരു ബന്ധം ഇപ്പോൾ ഒരു തെറ്റായ രീതിയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഒരു സ്ത്രീയുടെ ഒരു പ്രസൻസ് കാണാം ഇവിടെ. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണ് ഒരു സ്ത്രീയുമായിട്ട് അല്ലെങ്കിൽ ഒരു പുരുഷനായിട്ട് ഒരു അടുപ്പമുള്ളതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മറ്റൊരു ബന്ധത്തെ സൂചിപ്പിക്കുന്ന തരം കാർഡുകളും വന്നിട്ടുണ്ട്. അതായത് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ വളരെ കണ്ണിങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അവർക്ക് വേറെ റിലേഷൻഷിപ്പൊക്കെ കാണാം. പക്ഷെ നിങ്ങളുടെ പേഴ്സണെ അവർ ഒരുപാട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാവാം ഒരു തേർഡ് പാർട്ടി, കുറേ പേർക്ക് അറിയാത്ത വ്യക്തികളുമാവാം. അപ്പോൾ അവർ നിങ്ങളുടെ പേഴ്സണെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട് തീർച്ചയായും. അപ്പോൾ മൂന്നാമത്തെ ഒരു വ്യക്തിയുടെ എനർജിയും ഇവിടെ കാണുന്നുണ്ട്, നല്ല രീതിയിൽ കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയ കണക്ഷനാണ്. ഒരു തെറ്റിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ പങ്കാളി. അതിപ്പോൾ ഏത് ജെൻഡറിൽപ്പെട്ട വ്യക്തിയാകാം. ഇപ്പം നിങ്ങളുടെ പങ്കാളി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വൈഫാവാം, നിങ്ങളുടെ ഹസ്ബൻഡാവാം, നിങ്ങളുടെ ലവറാവാം, നിങ്ങളുടെ പാർട്ട്ണറാവാം. അവരൊരു തെറ്റിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ അവർക്ക് നിങ്ങളോടൊരു വിരക്തിയൊക്കെ തോന്നുന്നുണ്ടാവാം. അതായത് ശാരീരികമായിട്ടുള്ളൊരു അട്രാക്ഷൻ ഒന്നും നിങ്ങളോടിപ്പോൾ അവർക്ക് ഉണ്ടാവില്ല. അത് തീർച്ചയായിട്ടും മറ്റൊരു ബന്ധത്തെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള കാർഡുകളും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു മാനസികമായിട്ട് നിങ്ങൾ തമ്മിൽ അകന്നു കഴിയുന്ന ഒരു സിറ്റുവേഷൻ. അതായത് അവർക്ക് ആ ഒരു പുതിയ ബന്ധത്തോട് ഒരു അടുങ്ങാത്ത അഭിനിവേശവും ആവേശവും ആകർഷണവും ഒക്കെ ആകുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു തന്ത്രശാലിയായിട്ടൊരു തേർഡ് പാർട്ടി ആയിട്ടുള്ളൊരു ലേഡി അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ ഒരു പ്രസൻസ് നിങ്ങളുടെ ബന്ധത്തിൽ കാണുന്നുണ്ട്. തീർച്ചയായും അങ്ങനെ ഒരു എനർജീസാണ് വരുന്നത് കേട്ടോ. തീർച്ചയായും അങ്ങനെ ഒരു എനർജി വരുന്നുണ്ട് തീർച്ചയായിട്ടും. അതുപോലെ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ഇൻവോൾവ്മെൻറ്റും നിങ്ങളുടെ ബന്ധത്തിലുണ്ട്. അതായത് ഈ ഒരു പേഴ്സൻ്റെ ഫാമിലിയിൽ നിന്ന് നല്ല രീതിയിലുള്ള എതിർപ്പുകൾ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചുണ്ട്. ഇപ്പോൾ ലവ് റിലേഷൻഷിപ്പൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലീസ് ഇതിനെ എതിർക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നല്ല രീതിയിൽ പേഴ്സണോട് പല കാര്യങ്ങൾ പറയുക, വേറെ വിവാഹത്തിന് നിർബന്ധിക്കുക, അങ്ങനെയുള്ള സിറ്റുവേഷൻസും കാണുന്നുണ്ട്. തീർച്ചയായും അങ്ങനെ ഒരു മൊത്തത്തിലൊരു നെഗറ്റിവിറ്റി ആ ഫാമിലിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇപ്പോൾ അകന്നു കഴിയാൻ കാരണം ഈ ഒരു തേർഡ് പാർട്ടി ഒക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഇവിടെ നല്ല രീതിയിൽ കാണുന്നുണ്ട്. ഒരു തന്ത്രശാലിയായ ഒരു ലേഡിയുടെ എനർജി ഇവിടെ പ്രതിഫലിക്കുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പം നിങ്ങൾ ജീവിതത്തിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതായിരിക്കാം നിങ്ങളുടെ കുടുംബം. അത് സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി നിങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നതാണ്. പെട്ടെന്നൊരു സ്റ്റക്നെസ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് ഒന്നിനും ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളോട് ഒരു പാഷനില്ല, ജീവിതത്തോടൊരു പാഷനില്ലാത്ത അവസ്ഥ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് മൂലം തന്നെ ഉണ്ടായതാണെന്നാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. കുറേ പേര് നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. കുറച്ച് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് അകന്നു കഴിയുന്നതാണ്. തീർച്ചയായിട്ടും മാനസികമായിട്ട് നിങ്ങളുടെ വ്യക്തിയായിട്ട് ഒരുപാട് അകന്നു കഴിയുന്ന വ്യക്തികളെ എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെയാണ്, നിങ്ങളുടെ പേഴ്സൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്, നിങ്ങൾക്കറിയാവുന്ന വ്യക്തികളാണ് മജോറിറ്റി ഓഫ് ആളുകൾക്ക്. ചില വ്യക്തികൾക്ക് ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് കാണുന്നുണ്ട്, വേറെ റിലേഷൻഷിപ്പ്, അതായത് ഒരു തെറ്റിലേക്ക് പോയി വേറൊരു ബന്ധത്തെ സൂചിപ്പിക്കുന്ന തരം കാർഡുകളുണ്ട്. അവിടെ നല്ല രീതിയിലുള്ള വഞ്ചനകൾ നടക്കുന്നുണ്ട്, മാനിപ്പുലേഷനുകൾ നടക്കുന്നുണ്ട്, തന്ത്രപരമായിട്ട് ഓരോ കാര്യങ്ങളും നീക്കുന്ന ഒരു വ്യക്തി എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായും അങ്ങനെ ഒരു എനർജിയാണ് നമുക്ക് ഇപ്പോൾ ആദ്യത്തെ സെറ്റ് ഓഫ് കാർഡിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനി നമുക്ക് അടുത്ത സെറ്റ് ഓഫ് കാർഡ് എടുത്ത് നോക്കാം. അപ്പം നമ്മൾ കുറച്ചും കൂടെ ക്ലാരിഫിക്കേഷന് കുറച്ചും കൂടെ കാർഡുകൾ എടുത്തു. എനിക്കിവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ ഒരു വ്യക്തി ചതിച്ചതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളൊരു കൂടപ്പിറപ്പിനെ പോലെ, ഒരു ഫ്രണ്ട് എന്നുള്ളതിനേക്കാളും ഒരു കൂടപ്പിറപ്പ് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുകൂടി നിങ്ങളുടെ വിശ്വാസമൊക്കെ നേടി നിങ്ങളുടെ ഹസ്ബൻഡിനെ നിങ്ങളിൽ നിന്ന് അകറ്റിയ ഒരു വ്യക്തിയെ കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി ആ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ, നിങ്ങളുടെ സുഹൃത്തായിട്ട് വന്ന ആ ഒരു വ്യക്തിയുടെ കൂടെയായിരിക്കും ഇപ്പം ജീവിക്കുന്നത്. കാര്യം നിങ്ങളുടെ ബന്ധത്തിന്, കുറേ പേരുടെ ബന്ധത്തിൽ ഒരു എൻഡ് വന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന നിങ്ങളുടെ ദാമ്പത്യ ബന്ധം അല്ലെങ്കിൽ പ്രണയബന്ധം പെട്ടെന്ന് ഈ ഒരു വ്യക്തി കാരണം തകർന്നടിഞ്ഞതായിട്ട് കാണുന്നുണ്ട്. കാര്യം നല്ല രീതിയിൽ ചതിപ്രയോഗങ്ങൾ നടന്നിട്ടുണ്ട്. നിങ്ങളെ ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ആക്കി തീർത്തത് ഈ ഒരു മൂന്നാമത്തെ ഒരു വ്യക്തിയുടെ എനർജി കാണുന്നുണ്ട്. അപ്പം എനിക്കിവിടെ അങ്ങനെയാണ്. അപ്പം ചില വ്യക്തികൾക്ക് നല്ല രീതിയിൽ ഈ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണുന്നത്. കാര്യം ഒരു നിരാശയുടെ ഘട്ടത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാരണം ഒരു തേർഡ് പാർട്ടി തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് ഒരു വിഷലിപ്ത ബന്ധം, അതായത് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ മറ്റൊരു വ്യക്തിയായിട്ടുള്ളതായിട്ടും കാർഡുകൾ സൂചിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെയൊക്കെ ആദ്യത്തെ സെറ്റ് ഓഫ് കാർഡിലും രണ്ടാമത്തെ സെറ്റ് ഓഫ് കാർഡിലും മനസ്സിലായ ഒരു കാര്യം, ഇവിടെ തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണ് സിറ്റുവേഷൻ. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ പാസ്റ്റിൽ നിന്നുള്ള, അതായത് നിങ്ങളുടെ ഹസ്ബൻഡാകാൻ നിങ്ങളുടെ പേഴ്സൻ്റെ എക്സ്, തീർച്ചയായിട്ടും അവരാണ് തേർഡ് പാർട്ടി എന്ന് കാണുന്നുണ്ട്. ചില ആളുകൾക്ക് തീർച്ചയായിട്ടും അവരുടെ ഒരു എനർജിയാണ് കൂടുതലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അതായത് അവരുടെ പാസ്റ്റിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് അവരുടെ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടൊരു താല്പര്യക്കുറവാണ്. തീർച്ചയായും ഇവിടെ ഒരു ഡബിൾ കാർഡ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളോട് ഭയങ്കര വിരക്തിയാണ് അവർക്ക് അമിത ആകർഷണം, അമിത ഒരു ഒബ്സഷനൊക്കെ ഈ ഒരു വ്യക്തിയുടെ അടുത്ത് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു ബന്ധത്തിലേക്ക് പോയ വ്യക്തികളെയും കാണാം. അങ്ങനെ ഒരു എനർജീസ് വരുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ജീവിതത്തിൽ സഫർ ചെയ്തൊരു വ്യക്തിയാണ്. ജീവിതത്തിൽ വളരെ നിങ്ങൾ ഒരുപാട് വിശ്വസിച്ചു പല വ്യക്തിയും, നിങ്ങളുടെ വ്യക്തിയെയും അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയെ നിങ്ങൾ വിശ്വസിച്ചു. പക്ഷേ അതിന് നിങ്ങൾക്ക് ഒരു കടുത്ത ശിക്ഷയാണ് ഈ ഒരു തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും കൂടെ ചേർത്ത് നിങ്ങൾക്ക് സമ്മാനിച്ചത്. വളരെ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ പോകുന്ന വ്യക്തികളെ കാണാം. അതായത് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു ബന്ധത്തിൽ നിങ്ങളുടെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു അശ്രദ്ധ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നഷ്ടമായെന്ന് കാണുന്നുണ്ട്. അങ്ങനെ ഒരു എനർജീസാണ് കൂടുതലും ഈ ഒരു സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് പാസ്റ്റിൽ നിന്നുള്ളൊരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് നേരത്തെ ഒരു ബന്ധമുണ്ടായി, നിങ്ങളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അടുപ്പമാകുന്നതിന് മുമ്പ് ഒരു വ്യക്തിയുമായിട്ടൊരു അടുപ്പം ഉണ്ടായിരുന്നു. അവരാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കി നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അകറ്റിയെന്നും കാണുന്നുണ്ട്. തീർച്ചയായും അങ്ങനെ ഒരു എനർജീസാണ് കൂടുതലും കാണുന്നത്. അല്ലാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് വളരെ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയും നല്ല രീതിയിൽ അറിയാവുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നിങ്ങളൊരു കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ചൊരു വ്യക്തി, അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ വ്യക്തിയും നിങ്ങളെയും തമ്മിൽ അകറ്റിയതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ വ്യക്തി അവർ തട്ടിയെടുത്തതായിട്ട് കാണുന്നുണ്ട് അവരുടെ ജീവിതത്തിലേക്ക്. അങ്ങനെ ഒരു എനർജീസാണ് കൂടുതലും, അതായത് കൂടെ നിന്ന് നമ്മളെ ചതിച്ച വ്യക്തികളുടെ ഒരു എനർജീസാണ് കൂടുതലും കാണുന്നത്. ഇവിടെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. അവർ വെറുതെ വന്നതല്ല ജീവിതത്തിലേക്ക്, അവർ ലക്ഷ്യം നിശ്ചയിച്ച് വന്നതാണ്. തീർച്ചയായും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റി അവരിലേക്ക് എടുക്കുക, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അവർക്ക് കിട്ടാൻ വേണ്ടി അവർ മാക്സിമം ചതിപ്രയോഗങ്ങൾ, ഒരു ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജീസ് പ്രയോഗിച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരു തേർഡ് പാർട്ടി എനർജി ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. നിങ്ങളിപ്പോൾ ഒരു മനസ്സമാധാനം ഇല്ലാത്തൊരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനാണ് ഇപ്പം അനുഭവിക്കുന്നത് ഈ ഒരു റീഡിങ് കാണുന്ന വ്യക്തികൾ. അപ്പം ജീവിതത്തിൽ എല്ലാവരെയും നിങ്ങൾ സ്നേഹിക്കുക, സ്നേഹിച്ചോളുക, പക്ഷേ ബൗണ്ടറിയൊക്കെ നിശ്ചയിച്ച് പോകേണ്ട ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങളിപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വന്നത് ജീവിതത്തിൽ. അപ്പോൾ ഇവിടെ ഒരുപാട് നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ കാണാം, ഒരു സെപ്പറേഷനിലേക്ക് പോകുന്ന വ്യക്തികൾ, ഡിവോഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ, ബന്ധം ഏകദേശം തകർന്നു, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ഏകദേശം എൻഡ് ആയതായിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടീസിനെ നിങ്ങൾ അമിതമായിട്ട് വിശ്വസിച്ചു. ഇപ്പോൾ കുടുംബമാണെങ്കിൽ കുടുംബത്തിൻ്റെ, നിങ്ങൾ വിചാരിച്ച് കുടുംബത്തിൻ്റെ ഇപ്പോൾ അമ്മായിയമ്മയാണെങ്കിലും അമ്മായിയച്ഛനാണെങ്കിലും എന്താണ്, അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ ലവറിൻ്റെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും നിങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടിയായിരിക്കും ഇടപെട്ടത്. അപ്പം നിങ്ങൾ അവരെയൊക്കെ വിശ്വസിച്ച് പോയി, നിങ്ങൾ പോലും ഓർത്തില്ല ഇങ്ങനെയൊന്നും വരുമെന്ന്. പക്ഷേ അവരൊക്കെ ഒരു ചതിയിലൂടെയായിരുന്നു, തീർച്ചയായിട്ടും അവരെയൊക്കെ ഒരു ചതിയായിരുന്നു എന്ന് നിങ്ങൾ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്, നിങ്ങൾ സെപ്പറേറ്റ് ആയപ്പോൾ. അപ്പം നിങ്ങളെ രണ്ടുപേരെയും പിരിക്കാനായിട്ട് ഇവരൊരു ബ്ലാക്ക് മാജിക് ചെയ്തതായിട്ടും കാണുന്നുണ്ട് തീർച്ചയായിട്ടും. അതായത് അവരെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ ഒരു നെഗറ്റീവ് എനർജിയുടെ സഹായത്താൽ അവർ നിങ്ങളെ തമ്മിൽ വേർപെടുത്തിയതായിട്ടും കാണുന്നുണ്ട്. കുറേ പേരുടെ സിറ്റുവേഷൻ അങ്ങനെയാണ്, ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങളൊരു ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന വ്യക്തികളാവാം, അല്ലെങ്കിൽ അതുപോലെ ഇപ്പോൾ ഈ റീഡിങ് കാണുന്നവർ ഓർക്കുക, നിങ്ങളെപ്പോഴും അങ്ങനെയുള്ള കാര്യത്തിനെ പറ്റിയൊക്കെ ചിന്തിക്കാതിരിക്കുക. ഒരു നെഗറ്റിവിറ്റിയാണ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും. എന്തിനു ഞാൻ ജീവിച്ചിരിക്കണം, എനിക്കെല്ലാം അവനായിരുന്നു അല്ലെ അവളായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരുപാട് വിശ്വസിച്ചു അവരെ, ശരിയാണ്. പക്ഷെ അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയതൊരു വലിയ തിരിച്ചടിയാണെന്ന് നിങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. നിങ്ങളുടെ സിറ്റുവേഷൻ വളരെ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ആണെന്ന് എനിക്ക് റീഡിങ് എടുത്തപ്പോൾ മനസ്സിലായി. നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, ഒരുപാട് കാര്യം. ഈ ഒരു വ്യക്തി അവരുടെ ഒരു എക്സ് ലവർ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം പോയി ജീവിക്കുമ്പം, അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം പോയി ജീവിക്കുമ്പം നിങ്ങൾ ചെയ്തതിനൊന്നും ഒരു വിലയില്ലാത്ത പോലെയായി എന്നുള്ളൊരു ചിന്ത നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ശരിയാണ് തീർച്ചയായിട്ടും. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഈ ഒരു ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുമ്പോൾ ഒരു മോഹവലയത്തിൽ അകപ്പെട്ടൊരു സിറ്റുവേഷനാണ്. ഏതാണ് നടക്കുന്നത്, ഏതാണ് ശരിയെന്ന് പോലും നിങ്ങളുടെ വ്യക്തിക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. കാര്യം അവരിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കണ്ണുകളൊക്കെ മൂടിക്കെട്ടി, കൈകാലുകൾ ബന്ധിച്ച്, അവർക്കൊന്നും അറിയില്ല എന്താ നടക്കുന്നവർക്ക് ചുറ്റും. അതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അല്ല നിങ്ങളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, ഇതൊരു വിഷലിപ്ത ബന്ധമാണ്. ആ തേർഡ് പാർട്ടി ലക്ഷ്യം നിശ്ചയിച്ചാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. ബന്ധം തകർക്കാൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവർ വന്നതെന്ന് കാർഡുകളിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങളുടെ ഹസ്ബൻഡിനെ, അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ പേഴ്സണെയും നിങ്ങളെ നിങ്ങളുടെ ലവറിനെയും തമ്മിൽ പിരിക്കുക എന്നതാണ്. അതവർ ഭംഗിയായിട്ട് നിർവഹിച്ചു. ഒരു പക്ഷെ നിങ്ങളുടെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ടാവാം, ഇവിടെ ശ്രദ്ധക്കുറവും കാണിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഇതൊരു കർമ്മയാണ് തീർച്ചയായിട്ടും. അതായത് നിങ്ങളിതൊക്കെ അനുഭവിച്ചേ പറ്റൂ ജീവിതത്തിൽ. ചില കർമാസ് നമ്മുടെ ലൈഫിൽ അനുഭവിച്ചേ പറ്റൂ, അത് തള്ളിക്കളയാനായിട്ട് പറ്റില്ല. അപ്പോൾ അതാണ് തീർച്ചയായിട്ടും ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് നിരാശപ്പെട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു ചതിയാണ് നിങ്ങൾ നേരിട്ടത്. ശരിയാണ്, ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തികളിൽ നിന്ന് നിങ്ങളൊരു ചതി നേരിട്ടതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ വ്യക്തിക്ക് ആ ഒരു തേർഡ് പാർട്ടിയോട് തോന്നിയിട്ടുള്ളത് ഒരു താൽക്കാലിക ആകർഷണം മാത്രമാണ്, ഒരു ശാരീരിക ആകർഷണം അല്ലെങ്കിൽ ഒരു താൽക്കാലിക ആകർഷണം. അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അങ്ങനെയുള്ള ആകർഷണം അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് എത്തിക്കഴിയുമ്പോൾ അത് തീർച്ചയായിട്ടും എൻഡാകും. അതൊന്നും അധികം നാൾ നിലനിൽക്കില്ല. ഇവിടെ ഡെവിൾ കാർഡ് വന്നതുകൊണ്ട് തന്നെ ഒരു അമിത ആസക്തിയാണ് തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയോടുള്ളത്. അതൊരു ശാരീരിക ആകർഷണമാണ്. അവിടെ ഒരു മാനസികമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ്, ഒരു മാനസികമായിട്ടൊരു അടുപ്പം അവർ തമ്മിലില്ല എന്നാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. അതൊരു ഒബ്സഷനാണ്, ഒരു ടോക്സിക് അറ്റാച്ച്മെൻറ്റ് മാത്രമാണെന്ന് നിങ്ങൾ കാണുക. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സിറ്റുവേഷൻ അതാണ്. അവരും ആ ഒരു തേർഡ് പാർട്ടിയും തമ്മിലൊരു ടോക്സിക് ആയിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് മാത്രമാണ്, അല്ലാതെ അവിടെ ഒരു സ്നേഹത്തിനൊന്നും ഒരു പ്രാധാന്യം ഇല്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു പെയിൻഫുൾ സിറ്റുവേഷനാണെന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു നിങ്ങളോട് തന്നെ. ഇതൊരു വളരെ പെയിൻഫുൾ സിറ്റുവേഷനാണ് നിങ്ങളുടെ ഒരു ജീവിതത്തിൽ. അപ്പം തേർഡ് പാർട്ടിയുടെ സ്വാധീനം വളരെ രീതിയിലുള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ. അങ്ങനെ ഒരു എനർജീസാണ് തീർച്ചയായിട്ടും ഇവിടെ വന്നത് തന്നെ. നമുക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ കാർഡും കൂടെ എടുത്ത് നോക്കാം, നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ കാർഡുകളും കൂടെ എടുത്ത് നോക്കാം. നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ് എന്നാണ് നമുക്ക് നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമ്പോൾ എന്താണ് ഫ്യൂച്ചർ എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്.
നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമെന്നാണ്. കുറച്ച് കാർഡുകൾ എടുത്ത് ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. ഞാൻ കാർഡ് പോലും കാണുന്നില്ല, നിങ്ങൾ കണ്ടല്ലോ. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമെന്ന് നോക്കാം. ഇതൊക്കെയാണ് സ്പ്രെഡ്. തീർച്ചയായിട്ടും മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമാണ് ഇനി വരാൻ പോകുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് കാർഡുകൾ പറയുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ആണെങ്കിലും ഒരു ഇൻ കോണ്ടാക്റ്റ് ആണെങ്കിലും, ഇപ്പം നിങ്ങൾ തമ്മിൽ ഒരുമിച്ചാണ് ജീവിക്കുന്നെങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തി യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയും. ഈ ഒരു തേർഡ് പാർട്ടിയുടെ കള്ളക്കളികളിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു മോചനം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യങ്ങളെ പുതിയ രീതിയിൽ കഴിയാൻ മനസ്സിലാക്കാൻ ഈ ഒരു വ്യക്തി പ്രാപ്തനാകുമെന്നാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ ഒരു സ്വയം തിരിച്ചറിവുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു വ്യക്തിക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇടയിൽ വന്ന ഈ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരണം ഇത് പ്രകൃതി തന്നെ നിശ്ചയിച്ചതാണ്. കാര്യം നിങ്ങൾക്ക് നിങ്ങളെ രണ്ടുപേരെയും മനസ്സിലാക്കാനായിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സെപ്പറേഷൻ നിങ്ങൾക്കിടയിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താണോ പ്രസൻറ്റ് സിറ്റുവേഷൻ അതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു മാറ്റം വരും. നിങ്ങളുടെ മനസ്സിനെ അനാവശ്യ കുഴപ്പങ്ങൾ അല്ലെ അമിത ചിന്തകൾ കൊടുക്കാതിരിക്കുക. മനസ്സിനെ ഫ്രീ ആയിട്ട് വിടേണ്ട ഒരു സിറ്റുവേഷനാണ്. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന വളരെ പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ്. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല ചേഞ്ചസ് ആണ് വരാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതായിട്ട് തന്നെയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു എനർജിയാണ് എനിക്കിവിടെ വന്നത്. തീർച്ചയായും അപ്പം നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു വ്യക്തി തിരികെ വരും എന്ന് തന്നെയാണ് എനിക്കിവിടെ റീഡിംഗ് എടുത്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷപൂർവ്വമായിട്ട് അല്ലെങ്കിൽ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടും എനിക്കിവിടെ കാണുന്നുണ്ട്. തീർച്ചയായും അപ്പോൾ അങ്ങനെ ഒരു എനർജിയാണ് വരുന്നത്. പോസിറ്റീവായിട്ടിരിക്കുക. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നതെങ്കിൽ പോലും ആ ഒരു തേർഡ് പാർട്ടി ബന്ധമൊക്കെ അവസാനിപ്പിച്ച് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടേത് മാത്രമായിട്ട് തിരികെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണ് കാർഡുകൾ പറയുന്നത്. ഫ്യൂച്ചർ കാർഡ് നമ്മൾ ഷഫിൾ ചെയ്താണ് എടുത്തത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ബന്ധം വളരെ പെട്ടെന്ന് ഒരു വ്യക്തത വരുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് പെട്ടെന്ന് എൻഡ് ആവുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. നിങ്ങളുടെ വാല്യൂ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ വ്യക്തി തിരികെ വരുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും നിങ്ങളെ മനസ്സിലാക്കി തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അങ്ങനെ ഒരു എനർജിയാണ് ഇപ്പോഴും ഇവിടെ നിന്ന് എനിക്ക് വ്യക്തമാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ വീണ്ടും എൻ്റെ ചാനലൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഓരോ കമൻറ്റ് ഞാൻ കാണാറുണ്ട്. അതൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് എനിക്ക്. വീണ്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം തേർഡ് പാർട്ടി മൂലം ഏതെങ്കിലും വ്യക്തി മൂലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനലൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു റീഡിങ്ങുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഇൻഡെപ്ത് ആയിട്ടുള്ള റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ കൂടുതൽ ഒരു ക്ലാരിറ്റിയോടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പം വീണ്ടും മറ്റൊരു റീഡിങ്ങുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരെയും ഈശ്വരൻ രക്ഷിക്കട്ടെ. നന്ദി.